അനുഗ്രഹിക്കപ്പെട്ട നല്ല കർത്തൃദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധമായ പകൽ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ലോകമെമ്പാടും നടക്കുന്ന വിശുദ്ധ ആരാധനകൾ, ചെറിയ കൂട്ടവും വലിയ കൂട്ടവും ഒക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവശബ്ദത്താൽ നിറയപ്പെടുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആമേൻ സ്തോത്രം അവസരങ്ങളെ ഒരുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്ത ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ആലയങ്ങളിലേക്ക് ചെന്ന് വലിയ വീര്യപ്രവൃത്തികൾ നടത്തിയ ദിവസമാണ് ഞായറാഴ്ച ദിവസം. അങ്ങനെയെങ്കിൽ ഈ ശബത്ത് ദിവസത്തിൽ ദൈവത്തെ അതിശക്തമായി മഹത്വപ്പെടുത്തുവാൻ കർത്താവിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പനിമിഷം ദൈവവചന ചിന്തയ്ക്കായി ആമേൻ. ലേവ്യ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, മോശയോട് ദൈവം അരുളി ചെയ്യുന്നത് ഓരോ നിമിഷവും യഹോവയായ ദൈവം മോശയ്ക്ക് വേണ്ടിയ അരുളപ്പാടുകൾ നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോശയെ ചിലത് ദൈവം ഭരമേൽപ്പിക്കുക, ചിലരെ അഭിഷേകം ചെയ്യുവാൻ, ചിലരെ ആമേൻ ചില അധികാര സ്ഥാനങ്ങൾ ഏൽപ്പിക്കുവാനൊക്കെ ദൈവം ഈ അധ്യായത്തിനകത്ത് ആമേൻ അഭിഷേകം ചെയ്ത് ചിലത് അധികാരങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ വിശുദ്ധമായ ഞായറാഴ്ച ദിവസം ആമേൻ ചില അധികാരങ്ങൾ ഏൽപ്പിക്കുന്ന ദിവസമായി തീരട്ടെ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആമേൻ സഭയെ മുഴുവനും. നോക്കിക്കേ, സഭയെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേവലം ഒരു ചർച്ചോ ഒരു പള്ളിയോ ആമേൻ അങ്ങനെയുള്ള ഒന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സഭയെന്ന് പറയുമ്പോൾ ഒന്നിലധികം സഭകൾ ചേർന്ന് വരുന്ന ഒരു വലിയ ഒരു കൂട്ടത്തെ ആമേൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിക്കാൻ വേണ്ടി മോശയെയും ആമേൻ അഹരോനെയൊക്കെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അഹരോൻ്റെ പുത്രന്മാരെ ഒക്കെ ആമേൻ ചില കാര്യത്തിനായി വേർതിരിക്കപ്പെടുന്ന ഒരു സഭാ കൂട്ടം ഇവിടെ വിളിച്ചു വേർതിരിക്കുകയാണ്. സ്തോത്രം. മുഴുവൻ സഭയെയും ആമേൻ എവിടെയെല്ലാം ചെറിയ ചെറിയ സഭകൾ കൂടുന്നുവോ ആ സഭകളെല്ലാം ഒരുമിച്ച് കൂട്ടി. ഇവിടെ പറഞ്ഞത് ആമേൻ സഭയെ മുഴുവനും എന്ന് പറഞ്ഞാൽ ഒന്നിലധികം 100-ലധികം സഭകൾ ആമേൻ ഒരുമിച്ച് കൂടി വന്നു. ചർച്ചുകളല്ല അത് ഉദ്ദേശിക്കരുത്. സഭകളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ആമേൻ കാര്യത്തിന് വേണ്ടി, ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്തുകളിൽ സഭ കൂടിയെന്ന് പറയും. ആമേൻ. ഗ്രാമങ്ങളിൽ സഭ കൂടിയെന്ന് പറയും. മൂപ്പന്മാർ എല്ലാവരും കൂടെ ചേർന്നൊരു സഭ കൂടിയെന്ന് പറയും. ആമേൻ. ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ സഭ കൂടിയെന്ന് പറയും. അല്ലാതെ ചർച്ചല്ല ഇവിടെ കൂടുന്നത്, സഭ. ആമേൻ. ആ സഭ ആമേൻ അധികാരമുള്ളവർ, അധികാരം ഏൽപ്പിച്ചവരെല്ലാം ഇതിനെ അകത്ത് ഉൾപ്പെട്ടവരാണ്. ഇവരെല്ലാവരും വന്ന് കൂടിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല. എന്നാൽ 4-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സഭ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വന്ന് കൂടി. ആമേൻ. ചെറിയൊരു കൂട്ടമല്ല കേട്ടോ. ആമേൻ. സഭ എവിടെ വന്ന് കൂടി? സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വന്ന് കൂടി. ആമേൻ. സ്തോത്രം. വ്യക്തമായ കണക്ക് ഇതിനകത്ത് ആമേൻ പല അധ്യായത്തിനകത്തും കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എത്ര പേര് വന്ന് കൂടിയെന്നുള്ളത്. ആയിരക്കണക്കിന് ജനം ആമേൻ പ്രൈസ് ദി ലോർഡ് ഇവിടെ വന്ന് കൂടിയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രമാണ് ഈ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വന്ന് കൂടിയിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിനകത്ത് ഒരു തലവനുണ്ടെങ്കിൽ, സഭാതലവനാണെങ്കിൽ ആ വ്യക്തി മാത്രമാണ് ഇതിൻ്റെ വാതിക്കലിൻ്റെ അടുത്ത് വന്ന് കൂടാൻ പറ്റൂ. സ്തോത്രം. അത്രയും അധികാരമുള്ളവർക്ക് മാത്രം, അല്ലാതെ എല്ലാവർക്കും വന്ന് ഈ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് വരാൻ പറ്റില്ല. സ്തോത്രം. സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വരുവാൻ തന്നെ അധികാരം ലഭിച്ചൊരു ലേവിയർക്ക് മാത്രമാണ്. ആമേൻ. അതായത് ദൈവത്തെ മാത്രം ആരാധിക്കുന്നവർക്ക് മാത്രമാണ് ഈ അധികാരം ലഭിച്ചത് എന്ന് നോക്കൂ. 5-ാമത്തെ വാക്യം, മോശ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. മോശയും അഹരോനും പുത്രിമാരും അടുക്കൽ വരുത്തി. പ്രൈസ് ദി ലോർഡ്. അവരെ വെള്ളം കൊണ്ട് കഴുകി. കേട്ടോ, ചില അധികാരങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ അവരെ വരുത്തിയിരിക്കുന്നത്. ഇന്ന് പകലിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ആമേ സ്തോത്രം. ചില അഭിഷേകം തൈലം, ആമേ പാപപരിഹാരത്തിനുള്ള കാള 2 ആട്ടുകൊറ്റന്മാർ, ആമേൻ കടിഞ്ഞൂലിൽ, ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആമേ പുളിപ്പില്ലാത്ത അപ്പം ആമേ എന്നിവയുമായി ആമേ കൊണ്ടുവരികയും, ആമേൻ എവിടെ? സമാഗമന കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ അല്ല, സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ ചിലത് കൊണ്ട് നിർത്തിയിരിക്കുക. എന്തിനെന്നറിയാമോ? അഭിഷേക തൈലം, അഭിഷേകത്തിന് വേണ്ടി ആമേൻ പുതിയ വസ്ത്രം ധരിപ്പിച്ച് അഹരോൻ്റെ തലമുറകളെ കൊണ്ട് നിർത്തിയിരിക്കുക. അതിനകത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടുവാൻ. നോക്കിക്കേ, അടുത്ത 5-ാമത്തെ വാക്യം പറയുന്നു, മോശ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കാര്യങ്ങൾ മോശ ആമേ സഭയെ അറിയിക്കുന്നത്. ഒന്ന്, മോശ അഹരോനെയും പുത്രിമാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേ പഴയ നിയമം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ യാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സംഖ്യാപുസ്തകം, ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യാഗങ്ങളെക്കുറിച്ച് ഒത്തിരി പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധമായ ദിവസം വെറും കൈയോടെ ആരാധന ആലയത്തിൽ പ്രവേശിക്കരുത് എന്നൊരു കാര്യം കൂടെ ഈ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ഈ വിശുദ്ധ സഭായോഗത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും പിതാക്കന്മാരോടും മതക്കന്മാരോടും ഒരു കാര്യം ദൈവനാമത്തിൽ ശക്തമായി പറയട്ടെ. ആമേൻ. നമ്മളായിരിക്കുന്ന ആലയങ്ങൾക്കകത്ത്, ആമേൻ നമ്മളായിരിക്കുന്ന സഭയ്ക്കകത്ത്, ആമേൻ ദൈവം ഇറങ്ങി നിൽക്കണമെങ്കിൽ ചിലത് ദൈവം പറയുന്നത് പുരോഹിതൻ അനുസരിപ്പാൻ ആമേൻ ബാധ്യസ്ഥനാകുമ്പോഴാ ദൈവം ആ വിഷയത്തിൽ ഇറങ്ങി വരുന്നത്. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുകയാണ്. 8-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ അവനെ ആമേൻ സ്തോത്രം ആമേൻ ചിലത് ധരിപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം ദൈവം കൽപ്പിച്ചതുപോലെ ചിലത് ആമേൻ ആ കുടുംബത്തിൻ്റെ തലമുറകളെ എടുത്ത് അവരുടെ 9-ാം വാക്യം പറഞ്ഞു, അവൻ്റെ തലയിൽ ആമേൻ സ്തോത്രം മുടി വച്ച്, ആമേൻ മുടിയിന്മേൽ ആമേൻ പൊൻവശത്ത്, ആമേൻ സ്തോത്രം മുൻവശത്ത് വിശുദ്ധ കിരീടമായ കിരീടവും ആമേൻ വച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അവൻ നോക്കിക്കേ, ദൈവം മോശയോട് കൽപ്പിച്ചത് അഹരോൻ്റെ തലമുറയിൽ ആമേൻ ചില വ്യക്തികളെ എടുത്ത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആമേൻ വേലയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യുക. സ്തോത്രം. അത് എവിടെയാണ്? നമുക്കറിയാം, സമാഗമന കൂടാരത്തിൻ്റെ അതിൻ്റെ ബേസിക്, അതിൻ്റെ ആമേൻ ആ പ്രാരംഭ ചിത്രം തന്നെ ആമേൻ തൻ്റെ ജനത്തിന് ദൈവം നൽകി. എങ്ങനെ കൂടാരം പണിയണം, കൂടാരത്തിനകത്ത് വാതിൽ എവിടെ വയ്ക്കണം, കൂടാരത്തിൻ്റെ പ്രാകാരം എവിടെയാണ്, വിശുദ്ധ സ്ഥലം എവിടെയാണ്, അതിപരിശുദ്ധ സ്ഥലത്ത് ആമേൻ അതെവിടെയാണ്, പെട്ടകം എവിടെ വയ്ക്കണം, ആമേൻ പ്രൈസ് ദി ലോർഡ് ധൂപപീഠം എവിടെയായിരിക്കണം, യാഗങ്ങൾ അർപ്പിക്കേണ്ടത്, എവിടെയാണ് പാനീയയാഗങ്ങൾ അർപ്പിക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായി മോശയെ ദൈവം അറിയിച്ചു. ഇന്ന് പകലിൽ 9-ാം വാക്യം പറയുന്നു, അവൻ്റെ തലയിൽ മുടി വച്ചു, മുടിയിന്മേൽ മുൻവശത്ത് വിശുദ്ധ
കിരീടമായ പൊൻ പട്ടം വച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു ശുദ്ധീകരിച്ചു. നോക്കിക്കേ, സകലത്തെയും ശുദ്ധീകരിപ്പാൻ പ്രത്യേകിച്ചൊരു അഭിഷേക തൈലമുണ്ട്. അഭിഷേക തൈലം ചിലതിനെ ശുദ്ധീകരിപ്പാനും ചിലതിനെ മാറ്റി വയ്ക്കുവാനും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അതിൽ കുറേ എടുത്ത് യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തളിച്ചു. യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തൊട്ടിയും അതിൻ്റെതായ നിലയിലുള്ള കാര്യാദികളെല്ലാം മോശ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ശക്തിയും അതിൻ്റെ സാന്നിധ്യവും നിറയപ്പെട്ട ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ചില ദൂതുകൾ പറയുന്നു. ദൈവകുഞ്ഞെ, ദൈവം സഭയെ വിളിച്ചു കൂട്ടുന്നത് നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുത്തുവാൻ ദൈവം ഇന്ന് പകൽക്കാലം ആരെയൊക്കെ ശുദ്ധീകരിച്ച് ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പകൽക്കാലമാണ്. അങ്ങനെയെങ്കിൽ മോശ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്തു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം ഏതോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് നമ്മെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മിൽ ചിലത് പകരുവാൻ, നമ്മിൽ ചിലത് ഫലമേൽപ്പിപ്പാൻ, ചിലത് നമ്മിൽ കൂടെ ചിലരെ ഫലമേൽപ്പിപ്പാനാണ് നമ്മെ ദൈവം ആലയത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ സൂക്ഷിച്ചെങ്കിൽ, കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ പരിപാലിച്ചെങ്കിൽ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മിൽ കൂടെ ചെയ്യുവാനുണ്ട്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ 3-ാമത്തെ വാക്യം പറയുന്നു, സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് ദൈവം കൽപ്പിച്ചു. ചിലത് കൽപ്പിക്കുകയാണ്. നോക്കിയ 1-ാമത്തെ വാക്യം വായിക്കുന്നു, യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനെയും അവനോട് കൂടെ പ്രൈസ് ദി ലോർഡ് അവൻ്റെ പുത്രിമാരെയും പുത്രന്മാരെയും ഒക്കെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇന്ന് പകലിൽ ചിലത് ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം പിന്നെയും നമ്മെ പലതും ഏൽപ്പിക്കുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. അപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ലോകമെമ്പാടും നടക്കുന്ന സകല വിശുദ്ധ സഭായോഗങ്ങളെയും ദൈവം അനുഗ്രഹിച്ചാട്ട് കൃപയിൽ മറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.